ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സവിശേഷതയുള്ള ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് ആത്മബന്ധങ്ങൾ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം. നമുക്ക് ഒത്തിരി അടുപ്പങ്ങളുണ്ട്, അടുപ്പത്തിന് പറ്റിയ സാഹചര്യങ്ങളുണ്ട്, ഒത്തിരി അടുപ്പക്കാരുമുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആത്മബന്ധം അല്ലെങ്കിൽ എല്ലാം ഒന്ന് തുറന്നു പറയാൻ പറ്റുന്ന ആളുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഓരോരോ കാര്യങ്ങൾക്ക് ഓരോ ആത്മബന്ധങ്ങളെ ഉണ്ടാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇന്ന് മീനാക്ഷി മാം അദ്ദേഹത്തിന്റെ ശില്പശാലയുടെ ഭാഗമായിട്ട് നാളെ സാറ്റർഡേ, ശനിയാഴ്ച 2 മുതൽ 5 മണി വരെ ഒരു ശില്പശാല കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ശില്പശാലയുടെ പേരും ഇത് തന്നെയാണ്, അടുപ്പങ്ങളെ എങ്ങനെ ആത്മബന്ധങ്ങളായി മാറ്റാം. അപ്പൊ അതിന്റെ ഒരു കട്ടൺ റൈസ് മാം എന്താണോ അതിൻ്റെ അകത്ത് കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വളരെ ചുരുക്കത്തിൽ നമ്മളോടൊന്ന് സംസാരിക്കും ആമുഖമായിട്ട്. അതിനുശേഷം നമ്മൾ ചെറിയ ഡിസ്കഷൻ പോലെ പോകും. നാളത്തെ ദിവസം കൂടുതൽ ആത്മബന്ധങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും മീനാക്ഷി മാമുമായി ഫോണിൽ ബന്ധപ്പെടുക. ചെറിയൊരു ഫീസ് ഉണ്ട് അതിന്. ആ ഫീസ് കൊടുത്ത് 2 മുതൽ 5 വരെ നാളെ സുദീർഘമായ സമയമാണ്, 3 മണിക്കൂറാണ് ഒരു സംവേദനം അല്ലെങ്കിൽ സംവേദിക്കാനുള്ള അവസരമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം ഇന്ന് ഞാൻ എന്താണ് മാം മനസ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ മാമിനെ വിളിക്കാം. നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മീനാക്ഷി മാമിനെയും സ്വാഗതം ചെയ്യുന്നു. മീനാക്ഷി മാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തു. മാം, യു ആർ വെൽക്കം. താങ്ക് യു സർ. ഗുഡ് ഈവനിങ് എവറി വൺ. ഞാൻ മീനാക്ഷി വീട്ട്, ചൈൽഡ് ആൻഡ് ഫാമിലി കൗൺസിലർ ആണ്, ഒരു മെന്റർ ആണ്, ഒരു ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് ഫെസിലിറ്റേറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ബേസിസിലാണ് സത്യത്തില് ഞാനിപ്പം ഈ എൻലൈറ്റൻഡ് റിലേഷൻഷിപ്പ് എന്നാണ് അതിന്റെ പേര്, ദീപ്തമായ ബന്ധങ്ങൾ എന്നാണ് അതിന് ശരിക്കുള്ള പേര്. അപ്പം അതില് നമ്മള് തുടങ്ങുന്നത് തന്നെ ഹിസ്റ്ററി പറഞ്ഞുകൊണ്ടാണ്. എങ്ങനെയാണ് നമ്മളുടെ ഈ സ്നേഹം അല്ലെങ്കിൽ ലവ് അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് കാലാകാലങ്ങൾക്ക് മുമ്പ് മുതൽക്ക് എങ്ങനെയാണ് അത് ഉരുത്തിരിഞ്ഞ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഘട്ടം അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അതിൽ പറയുന്നത്. പിന്നെ അതിൽ പിന്നെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, സ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ അതിൽ ലവ് തന്നെ ട്രൂ ലവ് ഉണ്ട്, അതല്ലെങ്കിൽ ഇൻ ലവ്. ഞാൻ ഒരാളോട് ഇഷ്ടത്തിലാണ്, എനിക്കൊരാളോട് ഇഷ്ടമാണ്, അത് ശരിക്കുള്ളതാണോ അല്ലയോ എന്ന് പലർക്കും തിരിച്ചറിയുന്നില്ല. അല്ലെങ്കിൽ ഈ ട്രൂ ലവിന് എന്താണ് പ്രത്യേകത മറ്റ് ബാക്കിയുള്ള ലവിലും വെച്ചിട്ടെന്ന്. ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റിലുള്ള പല റിലേഷൻഷിപ്സിലും സത്യത്തില് ലവിനേക്കാൾ കൂടുതൽ അത് ലസ്റ്റാണ്. ലവ് എന്ന ഘടകം വളരെ കുറവും അതിനേക്കാൾ കൂടുതലുള്ളത് ലസ്റ്റുമാണ്. അപ്പൊ ആ ഡിഫറൻസ് നമ്മൾ പറയുമ്പോ പെട്ടെന്ന് ആൾക്കാർക്ക് അതൊത്ര തൃപ്തികരമാവില്ല, അല്ലെങ്കിൽ ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല. അവരുടെ എല്ലാവരുടെയും ഇപ്പൊ എന്താ പറയാ, നമ്മള് കുട്ടികളുടേതായാലും ഇല്ലെങ്കിൽ അതിൽ നിന്നും കുറച്ചുകൂടി വലുപ്പം വെച്ചവരുടെ ആയാലും പലപ്പോഴും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവ് മെന്റാലിറ്റി ആണ് റിലേഷൻഷിപ്സിൽ. അത് അവരുടെ ഫൈനാൻസസിന്റെ കാര്യങ്ങളായാലും ഓഫീസ് പൊസിഷൻസിന്റെ കാര്യങ്ങളായാലും ജീവിതത്തിലായാലും എല്ലാത്തിലും അവർക്ക് തന്റെ പാർട്ട്ണറുമായിട്ട് ഒരു കോമ്പറ്റീഷനാണ്. അവര് എനിക്ക് കിട്ടുന്ന സാലറി അവളേക്കാൾ എനിക്ക് കൂടണം, അല്ലെങ്കിൽ അയാളെക്കാൾ എനിക്ക് കൂടുതൽ വേണം, ഈ രീതിയിൽ. പിന്നെ പൊസിഷൻ, അയാള് മാനേജർ ആണെങ്കിൽ അപ്പൊ ഞാൻ സീനിയർ മാനേജർ ആയിരിക്കണം, എല്ലാത്തിലും അങ്ങനെ അങ്ങനെ കിട്ടിയല്ലോ അപ്പൊ പിന്നെ ഞാൻ അതിന് ആ ഒരു അതില് എന്താ പറയാ, ഗ്രോത്ത് എന്നുള്ള ലെവലിലല്ല, അതൊരു ഭയങ്കര എന്താ പറയാ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് മെന്റാലിറ്റിയാണ് മോസ്റ്റ്ലി അതിൽ കാണുന്നത്. പിന്നെ നമുക്കൊരു ക്രേസി 8 എന്ന് പറഞ്ഞ ഒരു പാറ്റേൺ ഉണ്ട്. ഈ ക്രേസി 8 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 8 എഴുതില്ല, നമ്മൾ കിടത്തി വെച്ച് 8 എഴുതുന്ന പോലത്തെ ഒരു രീതിയാണ് ആ ക്രേസി 8ന് വരാം. ഈ ക്രേസി 8ൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾക്ക് ഒരു ദേഷ്യം വന്നു, ആ ഫ്രസ്ട്രേഷൻ ആദ്യം വന്നു, അതിൽ നിന്ന് നമുക്ക് ദേഷ്യം വന്നു, ആ ദേഷ്യം പിന്നെ നമ്മൾ എവിടേക്കാണ് പോകുന്നത്, അടുത്തത് നമ്മൾ അതിലും കഠിനമായിട്ടുള്ള ഒരു രീതിക്ക് പോയി അതിങ്ങനെ പോയി ഇപ്പുറത്തേക്ക് എത്തുമ്പോ അത് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കണം, ദ്രോഹിക്കണം, അല്ലെങ്കിൽ നശിപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക് വന്നു. വീണ്ടും നമ്മൾ ഇതിലേക്ക്, ഇതിങ്ങനെ ഒരു വിഷ്യസ് സർക്കിൾ പോലെയാണ് ഈ 8.
അപ്പോ അത് ശരിക്കും നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു രീതിയിലുള്ള പ്രവർത്തികൾ സ്ഥിരമായിട്ട്, അത് നമ്മളുടെ ഫാമിലിയിലും നമ്മൾ ജോലി സ്ഥലത്തായാലും എവിടെയായാലും നമ്മളൊരു പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടാവും. അത് ഇതേപോലെ റിസെന്റ്മെന്റ് എല്ലാത്തിലും മോശം തന്നെയുള്ള അർത്ഥത്തിലല്ല, പക്ഷെ ആ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടാവും. ആ പാറ്റേൺ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ പാറ്റേൺ അതേപോലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കാത്ത എന്താ വെച്ചാൽ നമ്മൾക്ക് അവിടെ ഗ്രോത്തും ഇല്ല, നമ്മൾ സ്റ്റാഗ്നന്റ് ആണ്. അതില് നമ്മൾ വളരെ അവിടെ നിന്നു പോവാ, നമ്മൾ അതിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്നില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ വിഷ്യസ് സർക്കിൾ ബ്രേക്ക് ചെയ്യുന്നില്ല. നമ്മളൊരു കംഫർട്ട് സോൺ അങ്ങനെയൊക്കെ എത്തി നമ്മൾ അവിടെ നിൽക്കുക. നമുക്ക് അവിടെ നിന്ന് പിന്നെ ഉയരേണ്ട, നമ്മൾക്ക് അതിൽ നിന്നും വേറെ എവിടേക്കും പോണ്ട, നമ്മൾ കംഫർട്ടബിൾ ആണ്, നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ. ആ ഒരു ഇത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമാണ്. നമ്മളെല്ലാവരും ഇപ്പോ എന്താ പറയാ, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങളിപ്പോ കംഫർട്ടബിളാ, ഞാൻ ഇത്ര കാലം ജോലി ചെയ്തു, ഞാനിപ്പോ റിട്ടയർ ചെയ്തു, ഞാൻ അത്യാവശ്യം കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നു, വീട്ടിൽ തന്നെയുണ്ട്, അതുകൊണ്ട് വൈഫും ഹാപ്പിയാണ്. ഇത്രയും കാലം ഞാൻ ജോലിക്ക് പോയിരുന്നപ്പോ വൈഫിന് അത് എപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ കൃത്യം വരുന്നില്ല, വീട്ടിലില്ല. ഇപ്പൊ പിന്നെ അതൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ് വീട്ടില്. ബട്ട് അവിടെയും ഈ വീട്ടിൽ നിങ്ങൾ ഒന്നിച്ചുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴാണ് ആ ഒന്നിച്ചിരിക്കാൻ ടൈം കണ്ടെത്തുന്നത്. അപ്പൊ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്സിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്താ പറയാ, മുമ്പൊക്കെ ഞാൻ പറഞ്ഞു കേട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവര് രണ്ടുപേരും ഒരുപാട് കാലം ഒന്നിച്ച് താമസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് രണ്ടുപേരുടെയും മുഖങ്ങൾ പോലും ഏകദേശം ഒരേപോലെ ആയിത്തീരും. കാലം കഴിയുന്നതിനനുസരിച്ച് മറ്റേ ഒരാളുടെ, അത് ചിലപ്പോ വൈഫിന്റെ ആയിരിക്കും, ചിലപ്പോ ഹസ്ബൻഡിന്റെ ആയിരിക്കും, അതുപോലെ മുഖമായി തീരും അവരുടെ പാർട്ട്ണറുടെ. അതിന്റെ കാരണം ആ കാലങ്ങൾ ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ച് വരുന്ന നമ്മളിലെ ചേഞ്ചസ്, നമ്മളുടേതായിട്ടുള്ള ഈ നമ്മളിപ്പോ എല്ലാവരും പറയുന്നില്ലേ കോംപ്രമൈസ് ചെയ്യണം, നമ്മൾ കുറെ കോംപ്രമൈസുകൾ ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ ഒരു റോങ് നോഷൻ വേറെ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കോംപ്രമൈസ് എന്താണ് ആക്ച്വലി പറയുകയാണെങ്കിൽ അതിൽ വിൻ വിൻ ഉണ്ടോ? വിൻ വിൻ ഇല്ല. എപ്പോഴും ഒരാൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ അയാൾ ലൂസ് ചെയ്യുക ചെയ്യണേ, മറ്റേ ആളെ നമ്മൾ വിൻ ചെയ്യാൻ അനുവദിക്കുക. എപ്പോഴും ഞാൻ ലൂസ് ചെയ്തിട്ട് ഞാൻ വേറൊരാളെ വിൻ ചെയ്യാൻ സമ്മതിക്കുമ്പോ ഇല്ലെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കുമ്പോ ഞാൻ ഹാപ്പി ആയിരിക്കും? എപ്പോഴെങ്കിലും എനിക്കും തോന്നൂലേ എനിക്കും വിൻ ചെയ്യണമെന്ന്? അപ്പൊ ഏത് റിലേഷൻഷിപ്പിലും ഈ ടഗ് ഓഫ് വാർ, ഒരാൾ ജയിക്കും ഒരാൾ തോൽക്കും എന്ന രീതി വരുമ്പോ ആ റിലേഷൻഷിപ്പ് നല്ലതാണ്? ഒരിക്കലുമല്ല. നമ്മൾ അതിൽ വിൻ വിൻ, രണ്ടുപേരും ഈക്വൽ ആയിട്ട് നിൽക്കാം, ഈക്വൽ ആയിട്ട് അവരെല്ലാം. കോംപ്രമൈസ് ടഗ് ഓഫ് വാർ ആയിട്ട് എടുക്കാതിരുന്നാ പോരെ? ടഗ് ഓഫ് വാർ ആയിട്ട് എടുക്കാതെ ഇരിക്കുന്നത് എങ്ങനെയാ കോംപ്രമൈസ്? കോംപ്രമൈസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതെങ്ങനെയാണ് കോംപ്രമൈസ് എന്ന് പറയുമ്പോ തന്നെ നമ്മൾ എന്താണ് അതിൽ മനസ്സിലാക്കുന്നത്? ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു കാര്യത്തിൽ ഒരാളുടെ കാര്യം ശരിയായിട്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത്, കോംപ്രമൈസ് അല്ല. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുക, അത് കറക്റ്റ് ആണ്. അപ്പൊ അവിടെ കോംപ്രമൈസ് നല്ല ഉപയോഗിക്കേണ്ടത്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തണമെന്നാ ഉപയോഗിക്കേണ്ടത്. കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ അത് അവിടെ തെറ്റായിട്ടുള്ള യൂസേജാ. കാരണം കോംപ്രമൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരാൾ തോൽക്കുകയോ ഒരാൾ ജയിക്കുകയാണ് ചെയ്യുക. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ, മ്യൂച്വൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ രണ്ട് പാർട്ടീസ് ഉണ്ട്. ആ രണ്ടുപേരും തമ്മിൽ പറഞ്ഞ് രണ്ടുപേരും മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നു, അത് കറക്റ്റ് ആണ്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഈസ് പെർഫെക്റ്റ്. പക്ഷെ അതേ സമയത്ത് മറ്റേതല്ല. അപ്പോ അതാണ് വേറൊരു കാര്യം. ഇനി ഇതില് എന്താണ്, ഞാൻ ശ്രീനാഥ് കാര്യാട്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ഞാൻ പങ്കെടുക്കുമായിരുന്നു മുമ്പ്. അപ്പൊ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ആളുകളുടെ മനസ്സിലും രണ്ട് ഭാര്യമാരുണ്ടാവും, അല്ലെങ്കിൽ രണ്ട് ഭർത്താക്കന്മാരുണ്ടാവും. അതെങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ മനസ്സിൽ നമ്മൾക്ക് ഇമാജിൻ ചെയ്യുന്ന, നമ്മൾ ഏത് രീതിയിലുള്ള ഒരു പാർട്ട്ണറെയാ വേണ്ടത് എന്ന് നമ്മളുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു രൂപമുണ്ട്.
അതാണ് ആദ്യത്തെ നമ്മുടെ ഹസ്ബൻഡോ വൈഫോ. രണ്ടാമത്തേതാണ് നമ്മൾ ഈ കല്യാണം കഴിക്കുന്ന ആരാണോ പാർട്ട്ണർ അവര്. അപ്പൊ ശരിക്കും രണ്ടുപേരുണ്ട്. അപ്പൊ ഈ രണ്ടുപേരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് പലപ്പോഴും നമുക്ക് നമ്മുടെ ലൈഫില് ഹാപ്പിനെസ് ഇല്ലാതാക്കണം. കാരണം നമ്മളുടെ മനസ്സിൽ പറയുന്നത് പോലെ എങ്ങനെയാണ്, രാവിലെ എണീറ്റാല് കുളിച്ച് തുളസി കതിരി ചൂടി നല്ല ആവി പറക്കുന്ന ഒരു ചായയും കൊണ്ട് ബെഡിൽ വന്ന് വിളിച്ചുണർത്തുന്ന ഒരു ഭാര്യയെ സങ്കല്പിക്കുന്ന ഒരു ഭർത്താവിന്, എന്താ പറയാ, ഭാര്യ ആണെങ്കിൽ വൈകി മാത്രം എണീക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അയാളുടെ സങ്കല്പത്തിലെ സകലതും തകിടം മറിയാൻ അത് മാത്രം മതി. അപ്പോ ഈ എന്താ പറയാ, നമ്മളുടെ ഫാന്റസിയിലുള്ള voice is breaking. No, Can you no, hear it's me clear. now? Yeah, Okay. clear. Thank you. അപ്പോ ആ രീതിയിൽ നമ്മൾക്ക് ഈ രണ്ടും ഒന്നാക്കി നമുക്ക് എപ്പോ കൊണ്ടുവരാൻ പറ്റുന്നോ, നമ്മളുടെ മനസ്സിൽ ഈ രണ്ട് ഫിഗറിനെയും നമ്മൾ ഒന്നിച്ച് എപ്പോ നിർത്തുന്നു അപ്പൊ മാത്രമായിരിക്കും നമ്മൾക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവുക. അതല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എന്നാലും അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വി ആർ നോട്ട് ഗോയിങ് ടു ബി ഹാപ്പി. അവിടെ എപ്പോഴും നമുക്കൊരു അൺഹാപ്പിനെസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ലാംഗ്വേജ് ഉണ്ട്. ഇതില് ഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ് അങ്ങനെയല്ല. അതല്ലാത്ത ഒരു ലാംഗ്വേജ്. അതെന്താന്ന് പറയുകയാണെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നമ്മളെല്ലാവരും ഈ പല ക്ലാസ്സുകളും കേൾക്കുന്നത് നിങ്ങൾക്ക് ഞാൻ അതിന്റെ വേർഡ്സ് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അതെന്താന്ന് പറയുകയാണെങ്കിൽ ചില ആൾക്കാർ വളരെ വിഷ്വലാണ്, ചില ആൾക്കാർ വളരെ ഓഡിറ്ററി ആണ്, ചില ആൾക്കാർ കിനസ്തെറ്റിക്കും. അപ്പൊ ഇതിൽ നിങ്ങളുടെ പാർട്ട്ണർ ഏതിൽ പെടും എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലാണ് നിങ്ങൾ അവരുമായിട്ട് ഇടപഴകുന്നതെങ്കിൽ യുവർ റിലേഷൻഷിപ്പ് ഇസ് ഗോയിങ് ടു ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഈ എന്താ പറയാ, കിനസ്തെറ്റിക് അല്ലാത്ത ആളെ നിങ്ങൾ പോയിട്ട് ഹഗ് ചെയ്ത് ഉമ്മയൊക്കെ കൊടുത്ത് ഗുഡ് മോർണിംഗ് ഒക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ രാവിലെ തന്നെ അടി നടക്കാൻ വേറെ എവിടെയും പോണ്ടി വരില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിനസ്തെറ്റിക് ആയിട്ട് പറ്റാത്തൊരു കാര്യമാണ്. മേ ബി ഹീസ് എ വിഷ്വൽ പേഴ്സൺ ഓർ ആൻ ഓഡിറ്ററി പേഴ്സൺ. അപ്പോഴാണ് നിങ്ങൾ പോയിട്ട് ഹഗ് ചെയ്യുന്നത്. ഹഗ് ചെയ്താൽ തന്നെ അവരെ തൊട്ടാൽ തന്നെ അവർക്കത് പറ്റുന്നുണ്ടാവില്ല. അപ്പോ അതാണ് നമ്മൾ പറയുന്ന ലവ് ലാംഗ്വേജസ്. അതിൽ എത്ര പേര് തന്റെ പാർട്ട്ണർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അത് ഇറ്റ് ഓൾസോ അപ്ലൈസ് ഫോർ ദി ഗിഫ്റ്റ്സ് യു ഗിവ് ദം. അവർക്ക് കൊടുക്കുന്ന എല്ലാ ഗിഫ്റ്റ്സിനെ പറ്റിയിട്ടും ഇതേപോലെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കും. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് അവരുടെ ഈ ഏതിൽ പെടുന്നോ ആ രീതിയിൽ നിങ്ങൾ കൊടുത്താലും മാത്രമായിരിക്കും അവര് ഹാപ്പി ആവുക. അതല്ലെങ്കിൽ അവര് ഹാപ്പി ആവാനുള്ള ചാൻസസ് ആർ വെരി വെരി ലെസ്. പിന്നെ റിലേഷൻഷിപ്പ് മോശമായി കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അത് ഡൗൺവേർഡ് ട്രെൻഡ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളതിന് ഒരുപാട് വാർണിംഗ് സൈൻസ് ഉണ്ട്. ഈ വാർണിംഗ് സൈൻസ് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ബൾബ് തലയിൽ കത്തണം, എവിടെയോ കുഴപ്പമുണ്ട്, സംതിങ് ഇസ് ഗോയിങ് റോങ് സംവെയർ. അതിനെ നമ്മൾ വി ഹാവ് ടു മെൻഡ് ഇറ്റ്, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ പരിഹാരം ഉടനടി ചെയ്തേ പറ്റൂ. അതല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് നേരെ മൂക്കുകുത്തി താഴേക്ക് വീഴും എന്നുള്ളത്. അപ്പൊ അതിനെ പറ്റിയിട്ട് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പലപ്പോഴും സ്ത്രീകൾ, ഇതിൽ ആണുങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റില്ല, സ്ത്രീകൾ പൊതുവെ യൂസ് ചെയ്യുന്ന ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത 2 വാക്കുകളുണ്ട്. അതിലൊരു വാക്ക് എന്താ വെച്ചാൽ ഓൾവേസ്, ഇനിയൊന്ന് എന്താ വെച്ചാൽ നെവർ. ഈ 2 വാക്കുകൾ നമ്മൾ എപ്പോഴും നമ്മളുടെ ഏതൊരു കാര്യം നമ്മൾ നമ്മുടെ പാർട്ട്ണർ, പർട്ടിക്കുലർലി ആണുങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഡാമേജ് ഒരുപാടാണ്. കാരണം പലപ്പോഴും നമ്മൾ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരില്ല, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും വൈകി മാത്രമേ വരൂ, ഇനി എന്ത് പ്രോമിസ് ചെയ്താലും എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ. ഇത് പറയുമ്പോൾ വി നെവർ സ്റ്റിക്ക് ടു ദി പ്രസന്റ്. അന്ന് അപ്പോ ആ സാഹചര്യം മാത്രമല്ല നമ്മൾ എടുക്കാം. ഉടനെ നമ്മൾ പഴയ കഥ 1962 ഫെബ്രുവരി മാസം 3-ാം തീയതി രാവിലെ 8 മണിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കഥ പറയാൻ തുടങ്ങും. പാവം ആ മനുഷ്യന് ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാൻ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക കഴിവാണ്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം
അതിപ്പോ സംഭവിച്ചു എന്ന് അങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾ പറയാം, എന്നാലും അന്ന് നിങ്ങൾ പറഞ്ഞ ഇപ്പൊ പോലും എനിക്ക് ഓർമ്മയില്ല എത്രമാത്രം ബാഗേജുകളാണ് ലേഡീസ് ക്യാരി ചെയ്യുന്നത്. വൈ ലെറ്റ് ഗോ. ഈ ലെറ്റ് ഗോ എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ആ 2 വാക്കുകൾ അവരവരുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ അവരുടെ റിലേഷൻഷിപ്സ് ഒരുപാട് നല്ലതാണ്. ഇപ്പൊ എനിക്ക് ഇന്നതാണ് പറ്റിയത്, ഇന്നതുപോലെ ചെയ്തപ്പോ എനിക്ക് ഇന്നത്, അതില്ല. അതാണ് നമ്മൾ ഇനി ലേൺ ചെയ്യേണ്ടത്. പിന്നെ കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും നമ്മൾ കഴിയുന്നതും അതിനാണ് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. ഇപ്പൊ എന്താണോ നടന്നത്, ഇന്ന് ഞാൻ 2 വാക്കുകൂടെ പറഞ്ഞു വിട്ടു അതില് ആഡ് ചെയ്യാനാണ്. ഇപ്പൊ പറഞ്ഞില്ലേ 2 വാക്ക്, 3 വാക്കുകൾ ചേർക്കാനുള്ളത്. എന്നാലും, എന്നിട്ടും, എങ്കിലും. ഈ 3 വാക്കുകളും അപകടം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ എക്സ്പെക്ടേഷൻ ആണ്. എന്നാൽ വീണ്ടും അതിനാണ് എന്നിട്ടും. ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു നിരാശാബോധം ഉണ്ട്. മറ്റൊരാൾ അടുത്ത ആളുടെ ക്യാരക്ടറിനെ സ്പെസിഫൈ ചെയ്യുകയും ചെയ്യുന്നു. അതെ, കറക്റ്റ് ആണത്, കറക്റ്റ് ആണ്. അപ്പോ ഈ എപ്പോ കോൺവെർസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ, പ്രസന്റിൽ നിന്ന് സംസാരിക്കാൻ 2 പേരും ശീലിക്കണം. അതിൽ മോസ്റ്റ്ലി അത് വേണ്ടത് ലേഡീസിനാണ് എന്നുള്ളതാണ്. പിന്നെ സ്റ്റേറ്റ്മെന്റ്സ് എന്തെങ്കിലും നമ്മൾക്കിപ്പോ ഒരു ഇതെന്തെങ്കിലും പറയണമെങ്കിൽ ആ കാര്യങ്ങൾ നമുക്കൊരു കുറ്റം അല്ലെങ്കിൽ ഒരു കുറവ് ഇല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മളൊരു സാൻഡ്വിച്ച് മെത്തേഡിൽ പറയണം എന്നുള്ളതാണ്. ആ സാൻഡ്വിച്ച് മെത്തേഡ് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ എങ്ങനെയാണ് ആ സാൻഡ്വിച്ച് മെത്തേഡ് എന്ന്? സാൻഡ്വിച്ച് മെത്തേഡ് എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മള് ഒരു നല്ല കാര്യം പറയുക, അവരെ കുറിച്ച് അവരുടെ സത്യസന്ധമായിട്ട് വെറുതെ പുകഴ്ത്താനല്ല, ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാ. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ നമുക്ക് പറയേണ്ട നെഗറ്റീവ് എന്താണോ അത് പറയാ. അത് കഴിഞ്ഞ് ലാസ്റ്റില് വീണ്ടും നമ്മൾ വളരെ നല്ല അവരെ പറ്റിയിട്ട് നല്ലൊരു കാര്യം പറയാ. എന്നിട്ട് ആ സബ്ജക്ട് അവിടെ ക്ലോസ് ചെയ്യാ. അതിന് പിന്നെ കോമയിട്ട് നീട്ടരുത്, കട്ട് ഓഫ്, അവിടെ നിർത്താം. അതാണ് സാൻഡ്വിച്ച് മെത്തേഡ്. അപ്പൊ നമ്മൾ ഇല്ലെങ്കിൽ എനിക്ക് ഇനിയും പറയാണ്ട്, എന്നാലും പോട്ടെ സാരില്ല, അതില്ല, ഇനി എനിക്ക് പറയാണ്ട് എന്നുള്ളതില്ല, അവിടെ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ നമ്മളത് ഷോർട്ടൺ ചെയ്യേണ്ടത് അത്യാവശ്യം. പിന്നെ നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ മുകളിൽ ഉണ്ടാവാറുണ്ട്. പല രീതികളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. അതുമാതിരി പിന്നെ ഇല്ല വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ 2 പേർക്കും ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഉള്ളതാ, ഈ മനുഷ്യൻ എങ്ങനെ നടന്നിരുന്ന അറിയോ, ഞാനാണ് മാറ്റിയെടുത്തതാ ഈ പരുവത്തിലാക്കി, ഇപ്പൊ നോക്കിയാട്ടെ 10th ക്ലാസ്സിൽ നടക്കണത് ഞാൻ കൊണ്ടാണ്. അത് തന്നെ ഇപ്പൊ ആണുങ്ങൾ പറയണേ, കൺട്രി ആയിട്ട് ഇരുന്നിരുന്നതാ, അതിനെ ഞാൻ ഒരു മനുഷ്യക്കോലമാക്കി ഇപ്പൊ സൊസൈറ്റിയിൽ കാണിക്കാൻ പറ്റുന്ന പോലെ ഞാനാക്കി തീർത്തതാണ്. ഇത് 2 ഭാഗത്തുനിന്നുള്ള ക്ലെയിംസ് ആണ്. രണ്ടും ആനമണ്ടത്തരം എന്നൊക്കെ പറയുന്നത് മാതിരി അത്രയും വലിയൊരു മണ്ടത്തരം. ബിക്കോസ് നോബഡി ക്യാൻ ചേഞ്ച് എനിബഡി അൺലെസ് ആൻഡ് അതർവൈസ്. ആ ആൾക്ക് മാറണം എന്നില്ലാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരാളെ മാറ്റാൻ പറ്റില്ല. അത് എല്ലാവരും തലയ്ക്കകത്ത് ഇങ്ങനെ ഡ്രിൽ ചെയ്ത് കയറ്റി മനസ്സിലാക്കി വെക്കുന്ന ഒരു കാര്യമാണ്. യു കനോട്ട് ചേഞ്ച് എനിവൺ എന്നുള്ളത്. പിന്നെ നമ്മൾ പറയുന്നത് അപ്പോളജി പറയുന്നതിനും, ഞാൻ നേരത്തെ നമ്മുടെ ലവ് ലാംഗ്വേജസ് പറഞ്ഞതുപോലെ തന്നെ ഈ അപ്പോളജിയും ഒരാളോട് പറയുമ്പോൾ അതിനൊരു 5 പ്രത്യേക മെത്തേഡുകളുണ്ട്. ഇതിലേതാണ് നിങ്ങളുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആരോ ആയിട്ടാണോ നിങ്ങൾക്ക് അപ്പോളജി പറയാനുള്ളത്, അവരുടെ കാര്യം നോക്കിയിട്ട് വേണം നിങ്ങൾ ആ അപ്പോളജി പറയാൻ. അപ്പോഴായിരിക്കും ആ അപ്പോളജി ഏറ്റവും ഇഫക്റ്റീവ്. അല്ലെങ്കിൽ ആ അപ്പോളജി വെറുതെ പറഞ്ഞു കേട്ടു പോ, ആ ഒരു രീതിയിലേക്ക് ആവുള്ളൂ. അപ്പൊ നമ്മൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ അപ്പോളജി പറയാൻ. പിന്നെ ഫൊർഗിവ്നെസ് പല നമ്മൾ എല്ലാവരും ഒരുപാട് അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്ന ഗൗതമ ബുദ്ധൻ പറയുന്ന ഒരു കാര്യമാണ്
സ്വന്തം വിഷം കഴിക്കുക, എന്നിട്ട് വേറൊരാൾ മരിക്കണം എന്ന് ആഗ്രഹിക്കുക. അതാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അവനവൻ കഴിക്കുക വിഷം, എന്നിട്ട് വേറെ ഇന്ന ആള് മരിക്കണം, അയാൾ മരിക്കണം നടക്കുന്ന കാര്യമല്ല. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഈ വെറുപ്പ്, പക, വിദ്വേഷം, ഇതെല്ലാം ദേഷ്യം, വെഞ്ചൻസ് എല്ലാം അങ്ങനത്തെ ഏതൊരു നെഗറ്റീവ് കാര്യങ്ങളും ഒരു പെട്ടിയിലാക്കി അത് നമ്മൾ നമ്മുടെ ചുമലിലോ തലയിലോ നെഞ്ചിലോ ഒക്കെ ഏറ്റി കൊണ്ട് നടക്കേണ്ട ഒരാവശ്യവും നമുക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മളുടെ ബോഡിയിൽ നിന്ന് എത്രയോ വെയിറ്റ് നമുക്ക് കുറഞ്ഞ് നമ്മളൊക്കെ വെയിറ്റ്ലെസ് ആയിട്ട് ഇല്ലെങ്കിൽ സ്ലിം ആയിട്ടൊക്കെ ഇരിക്കേണ്ട കാലമായി. അപ്പോ വേറൊരു കാര്യം, എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാനായിട്ട് അതിന് വേണ്ട എല്ലാം ശേഖരിച്ച് നമ്മൾ അതിനെ തർക്കിച്ച് ആണയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ റെഫറൻസുകൾ കൊണ്ടുവന്ന് നമ്മൾ ആരോടാണ് ഇത് ചെയ്യണത്? ആരെയാണ് നിങ്ങൾക്ക് താറടിച്ച് കാണിക്കേണ്ടത്? ആരെയാണ് നിങ്ങൾക്ക് ചവിട്ടി നിലത്ത് ചവിട്ടി നിന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ മുകളില് വിജയം ആഘോഷിക്കേണ്ടത്? ഹൂ ഇസ് ദി അതർ പാർട്ടി? അപ്പൊ ആ അതർ പാർട്ടിയോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലവ് ഉണ്ട്, റെസ്പെക്ട് ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അയാളെയാണോ നിങ്ങൾക്ക് ഇതുപോലെ ചവിട്ടി താഴ്ത്തി അവിടെ നിർത്തിയിട്ട് എന്താ പറയാ താണ്ഡവം കളിക്കേണ്ട ആവശ്യം? സോ തിങ്ക് അബൌട്ട് ദാറ്റ്. എപ്പോഴും ഇറ്റ്സ് വെരി ഈസി ആക്ച്വലി പറയുകയാണെങ്കിൽ നമുക്ക് ഒരാളെ കോർണർ ചെയ്ത് നമുക്ക് അവരെ കുറ്റം കണ്ടെത്തിയോ അല്ലെങ്കിൽ പ്രോബ്ലംസ് പറയാനോ ഒക്കെ വളരെ ഈസി ആയിരിക്കും. പക്ഷെ എന്താണ് അതുകൊണ്ട് നമുക്ക് കിട്ടാം? എന്താണ് വാട്ട് ആർ യു ഗോയിങ് ടു ഗെയിൻ ഔട്ട് ഓഫ് ഇറ്റ് എന്ന് എപ്പോഴും നിങ്ങൾ ആലോചിക്കണം. പിന്നെ ഫൊർഗിവ്നെസ്സിൽ നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 80% ഓഫ് യുവർ ഇൽനെസ്, നിങ്ങൾക്ക് ബോഡിലി ഉള്ള ഇൽനെസ്സുകളെല്ലാം, ബോഡി പെയിൻസ് ആയാലും ഹെഡ് ഏക്ക്, ലെത്താർജി ഇത്യാദി എല്ലാ കാര്യങ്ങളും, ഞാൻ ലോസ്റ്റ് ആയി എന്നൊക്കെ തോന്നുന്നതിനെല്ലാം ഏറ്റവും നല്ല പരിഹാരം ഫസ്റ്റ് ഫൊർഗീവ് യുവർ സെൽഫ്, then forgive whoever it is. ആദ്യം നിങ്ങളെ തന്നെ forgive ചെയ്യുക. ആസ്ക് യുവർ സെൽഫ്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിൽ മോശമുണ്ടോ, അതെല്ലാം ചോദിച്ച് forgive ചെയ്ത് ബാക്കിയുള്ളവരും സ്ഥിരം ആ ഒരു പ്രോസസ്സ് ചെയ്തേക്കുക. മനസ്സിൽ ഒരു കലുഷവും കൊണ്ട് നടക്കാതിരിക്കുക. പിന്നെ ഈ ടീം എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കുണ്ട്, TEAM എന്നാണ് ആ വാക്ക്. ആ ഇതിന് നമ്മള് ബാക്കിയുള്ള എന്താ പറയാ വേറെ പല കോഴ്സുകൾ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന അതിന്റെ കോമ്പിനേഷൻ അല്ല ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ T വന്നിട്ട് ട്രസ്റ്റും ഓണസ്റ്റിയുമാണ്. ഏതൊരു റിലേഷൻഷിപ്പിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ആണ് ട്രസ്റ്റ് ആൻഡ് ഓണസ്റ്റി. പിന്നെ E വന്നിട്ട് ഇവിടെ ഇമോഷണൽ ഹെൽത്ത് ആണ്. A വന്നിട്ട് ആക്സെപ്റ്റൻസ് ആണ്. M വന്നിട്ട് മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. ഇതാണ് ടീം. അപ്പോ ഈ ടീം നമ്മളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പിലും നമുക്ക് വേണ്ടതെല്ലാം ഈ ടീം എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ആക്ച്വലി. അത് നമ്മൾ അതേപോലെ ഫോളോ ചെയ്താൽ തന്നെയും നമ്മളുടെ റിലേഷൻഷിപ്പിലെ ഒരു 70 to 80% പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവില്ല. ഈ മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നല്ല ഒരു ഗിവ് ആൻഡ് ടേക്ക്, ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ ബേസിസിൽ മാത്രം പോകുന്ന ഒരു കാര്യം. ഇത് എന്താന്ന് വെച്ചാൽ എന്നെ ബഹുമാനിച്ചോളൂ, പിന്നെ തിരിച്ച് അതിന്റെ ആവശ്യമൊന്നുമില്ല, നിന്നെ അത്രയ്ക്ക് ബഹുമാനിക്കേണ്ട വലിയ കാര്യമൊന്നും ഞാൻ കാണുന്നില്ല എന്ന ആറ്റിറ്റ്യൂഡ് ഗ്രോത്തിന് അനുകൂലമായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ല. ഓക്കെ. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് നമ്മളെ പാർട്ട്ണറെ പറ്റി ഭയങ്കര ദേഷ്യം വരിക, അല്ലെങ്കിൽ അരിശം, നമുക്കിങ്ങനെ സഹിക്കാൻ പറ്റാത്ത പോലെയൊക്കെ തോന്നുന്നേ, അപ്പൊ തന്നെ ഇരുന്നിട്ട് ഒരു 30 പോസിറ്റീവ്സ് എഴുതാം അവരെ പറ്റി. 30 എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഒരു 10 എണ്ണം എഴുതാം, ബാക്കി തനിയെ വന്നോളും. 10 പോസിറ്റീവ്സ് ജീവിതത്തിൽ എന്തായാലും ഒരു 10 എണ്ണമെങ്കിലും ഒരു പാർട്ട്ണർക്ക് പോസിറ്റീവ്സ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഉറപ്പായിട്ടും നമ്മുടെ മുമ്പിലുണ്ടാവും. അപ്പോ അതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പലപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പാർട്ട്നേഴ്സിനെ സ്ട്രേഞ്ചേഴ്സിനോട് കാണിക്കുന്ന റെസ്പെക്ട് പോലും നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരോട് കാണിക്കുന്നില്ല. സ്ട്രേഞ്ചറോട് നമ്മൾ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട്, പൊളൈറ്റ് ആയിട്ട്, എന്താ പറയാ കൺസിഡറേറ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുകയും ബിഹേവ് ചെയ്യുകയും ചെയ്യും. ബട്ട് അറ്റ് ഹോം വി സെൽഡം ഡു ദാറ്റ്. അപ്പോ അത് വി ഹാവ് ടു ലേൺ. അത് വളരെ അത്യാവശ്യമുള്ളതാണ്. ഇനി നമ്മളുടെ റിലേഷൻഷിപ്പിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ,
നമുക്ക് എന്താണ് എപ്പോഴെങ്കിലും ഇട്ടെറിഞ്ഞു പോണമെന്നൊക്കെ തോന്നുന്ന രീതിയിലേക്ക് ഉണ്ടാവുമ്പോൾ ജസ്റ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ പാർട്ട്ണറിന് ഇനി ആകെ 1 മാസമേ ജീവിക്കാനുള്ളൂ എന്നോ മറ്റും നിങ്ങൾ അറിഞ്ഞാൽ, ഹൗ വുഡ് യു ട്രീറ്റ് ദാറ്റ് പേഴ്സൺ? നിങ്ങളോട് ഡോക്ടർ പറയാണ്, അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ പാർട്ട്ണർക്ക് 1 മാസം കൂടി ആയുസുള്ളൂ എന്ന് നിങ്ങളോട് പറയാണ്. നിങ്ങളുടെ പാർട്ട്ണർക്ക് അത് അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാം. ആ 1 മാസം ഹൗ വുഡ് യു ട്രീറ്റ് യുവർ പാർട്ട്ണർ? അതേ ട്രീറ്റ്മെന്റ് നിങ്ങൾ കൊല്ലം മുഴുവൻ ചെയ്താൽ, ലൈഫ് മുഴുവൻ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഈ 1 മാസമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് ചെയ്യരുത്, 1 മാസം കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി, വെരി ഗുഡ്, എന്നാ പിന്നെ ഞാൻ അടിച്ച് തകർത്തിട്ട് ആ ആറ്റിറ്റ്യൂഡ് അല്ല ഞാൻ പറയുന്നത്. ആക്ച്വലി സിൻസിയർ ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് കാണുക? പിന്നെ ഹാപ്പിനെസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ ചോയ്സ്. അത് നിങ്ങൾക്ക് ഹാപ്പിനെസ് വേണമെന്ന് നിങ്ങൾ ചൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഹാപ്പിനെസ്. ഇഫ് യു ചൂസ് യു ഡോണ്ട് വാണ്ട്, നിങ്ങൾക്ക് അത് കിട്ടില്ല. അത് ആരെങ്കിലും ഒരു വലിയ താലത്തിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്ന ഒരു കാര്യം അല്ല ഹാപ്പിനെസ്. ഇറ്റ് ഈസ് യുവർ ഓൺ ചോയ്സ് വെദർ യു വാണ്ട് ടു ബി ഹാപ്പി ഓർ നോട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെറ്റ് ഗോ എക്സ്പെക്ടേഷൻസ്. നമ്മളുടെ എല്ലാ പ്രതീക്ഷകളും ഇത്യാദി കാര്യങ്ങളെയൊക്കെ, ഇതിനൊക്കെ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞ അതിനൊക്കെയുള്ള വേറെ കുറെ എന്താ പറയുക ഹിസ്റ്ററി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിന്റെ കൂടെ പറയും കേട്ടോ. പിന്നെ ഓരോ നമ്മളുടെ റിലേഷൻഷിപ്പിനെ മീനിങ് ഫുൾ ആക്കാനും, നമ്മളുടെ ഓരോ എക്സ്പീരിയൻസും ഏറ്റവും ബെസ്റ്റ് ആക്കാനും എന്തെല്ലാം നമ്മളുടെ ഭാഗത്തുനിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഏറ്റവും ചെറിയ കാര്യങ്ങൾ, സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്താൽ അത് എക്സലന്റ്, അടിപൊളി എന്ന രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അത് തന്നെ റിലേഷൻഷിപ്പിന് അത് ഒരുപാട് വെരി വെരി ഗുഡ് ആയിരിക്കും. പിന്നെ സ്പിരിച്വൽ എന്ന് പറയുന്ന ഒരു പോർഷൻ അതിലുണ്ട്. ഈ സ്പിരിച്വൽ ബിലീഫ് എന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് അത് ഇത്തിരി കുറവാണ്. പഴയ ആൾക്കാർക്കെല്ലാം വളരെ സ്പിരിച്വൽ ആണ്. അപ്പൊ ഇപ്പൊ ഉള്ളവരൊക്കെ സ്പിരിറ്റുവൽ ആണ്, നമ്മൾ സ്പിരിച്വൽ ആണ്. അതേ ഉള്ളൂ വ്യത്യാസം. ഇപ്പൊ എല്ലാവരും സ്പിരിറ്റിന്റെ പുറകിലാണല്ലോ. അതുകൊണ്ട് അപ്പോ ഈ സ്പിരിച്വൽ ബിലീഫും അതിന്റെ പാത്തും അത് തരുന്ന ഒരു സൊളാസ് ഉണ്ട്. എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും ഏത് പ്രയാസത്തിലോ ബുദ്ധിമുട്ടിലോ ഇരിക്കുമോ 1 മിനിറ്റ് കണ്ണടച്ച ദൈവമേ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു മനസ്സമാധാനം, അത് ആവശ്യമാണ്. ആ ബിലീഫ് നമുക്ക് എല്ലാവർക്കും വേണ്ടതുമാണ്. പിന്നെ ഗ്രോത്ത്. ഈ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കാര്യം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാള് ഗ്രോ ചെയ്യുക, മറ്റേ ആളെ നമ്മളുടെ ഇത്തിൽക്കണ്ണിയില്ലേ, ആ രീതിയിലുള്ള ഗ്രോത്ത് അല്ല ഞാൻ പറയുന്നത്. ഇത്തിൽക്കണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ അറിയാമെന്ന്, പലപ്പോഴും മാവിന്റെ മുകളിലൊക്കെ കാണുന്ന ഒരു ക്രീപ്പറാണത്. ആ ക്രീപ്പർ ആ മരത്തെ കയറിയിട്ട് അവസാനം ആ മരം നശിച്ചു പോവുകയും ക്രീപ്പർ അതിൽ ജീവനോടെ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഇത്തിൽക്കണ്ണിയുടെ ഒരു സ്വഭാവം. അതുപോലെ ആവരുത്. നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് 2 പേരും ഒരേപോലെ ഗ്രോ ചെയ്യുക. 2 പേർക്കും ഗ്രോ ചെയ്യാനുള്ള വളവും വെള്ളവും വെളിച്ചവും സ്പേസും എല്ലാം പരസ്പരം നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മളുടെ റിലേഷൻഷിപ്സ് എൻലൈറ്റൻഡ് റിലേഷൻഷിപ്സ് ആവാം, അല്ലെങ്കിൽ ദീപ്തമായ റിലേഷൻഷിപ്സ് ആവാം. ആ രീതിയിൽ നമ്മളുടെ റിലേഷൻഷിപ്സ് എത്തുമ്പോഴാണ് എന്താ പറയാ, നമ്മള് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളായി ഇല്ലെങ്കിൽ നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് ഓഫ് കണ്ടെയ്ൻമെന്റ് ഉള്ളിൽ നിന്ന് വരാനുണ്ട്. യെസ്, ഐ എം സോ ഹാപ്പി എന്ന് നമ്മൾ വെറുതെ ഐ എം ഹാപ്പി എന്ന് പറയുന്നതല്ല, അല്ലാതെ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു ഫീലിംഗ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. അതില് എന്താ ചില കാര്യങ്ങൾക്കൊക്കെയും അതില് കുറച്ച് ഇടയ്ക്കൊരു സ്റ്റോറിയും ഇടയ്ക്കൊരു എന്താ പറയാ ഹിസ്റ്ററിയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെഫറൻസും അങ്ങനത്തെ ഒക്കെ അതിലുണ്ടാവും. ബേസിക്കലി ഇത്രയുമാണ് അതിലെ മെയിൻ ടോപ്പിക്സ്. അപ്പോ ഇതാണ് നാളത്തെ എൻ്റെ വർക്ക്ഷോപ്പ്. അപ്പം ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചേരണം താല്പര്യമുണ്ട്, ഇതിന്റെ കൂടുതൽ അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ മീ. ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി ടു ഹാവ് യു ഓൾ വിത്ത് മീ. അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
Thank ഞാനൊരു you. ഞാനൊരു ഒരു ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അടുപ്പങ്ങൾ എങ്ങനെ ആത്മബന്ധങ്ങളാക്കാം, ശില്പശാല മീനാക്ഷി മാം. അതൊന്ന് നിങ്ങൾ ഒന്ന് കോപ്പി ചെയ്യുക, പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വളരെ ചെറിയൊരു ഫീസേ ഉള്ളൂ. മാമിന്റെ നമ്പർ അവിടെ കോൺടാക്ട് നമ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണോ ഈ ഗൂഗിൾ പേ നമ്പർ? ഇതാണോ? അതെ, ആ നമ്പർ തന്നെയാണ് ഗൂഗിൾ പേ നമ്പർ. കാരണം ഇത് ഈ ഒരു വിഷയം ഒരുപക്ഷെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇന്നത്തെ പുതിയ സംസ്കാരം അല്ലെ, പുതിയൊരു ജീവിത ശൈലിയില് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധം ഒരു ഫാസ്റ്റ് ചേഞ്ചാ. സ്വാർത്ഥത എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവിടെ ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അടുപ്പങ്ങളൊക്കെ വെറും ആപേക്ഷികമായ അടുപ്പങ്ങളാണ്. നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള മാത്രം അടുപ്പങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഈ അടുപ്പങ്ങളെ സ്വല്പമൂടെ ആത്മബന്ധമുള്ള അടുപ്പങ്ങളാക്കി മാറ്റാൻ തീർച്ചയായിട്ടും നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളെ നമുക്ക് ആത്മമിത്രമാക്കി മാറ്റാൻ പറ്റും. പക്ഷെ ഒരിക്കലും നമ്മൾ ശ്രമിക്കുന്നില്ല. കാരണം നമ്മൾ പലപ്പോഴും പറയുന്നത് അവരുടെ പോരായ്മകളെ കുറിച്ചായിരിക്കും, അല്ല അവരുടെ കുറവുകളെ കുറിച്ചായിരിക്കും. അതിനു പകരം അവരുടെ എക്സാമ്പിൾസ് പറഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെയുള്ള പല പല കണ്ടീഷൻസ് അവിടെയുണ്ട്. കണ്ടീഷൻസ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഇന്നത്തെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള, പ്രത്യേകിച്ച് ജീവിതവുമായിട്ട് നമ്മൾ സന്തോഷകരമായ ജീവിതവുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു പോയിന്റ് എന്ന നിലയിൽ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ക്ലാസ്, ഒരു പ്രീകഴ്സർ പോലെ ഒരു ക്ലാസ് വെച്ചത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സത്യത്തിൽ നമുക്കറിയാം, റിലേഷൻഷിപ്പ് ഒക്കെ ഒത്തിരി ബ്രേക്കായി ആകെ ബുദ്ധിമുട്ടുണ്ടാക്കി, അല്ലെങ്കിൽ നമ്മളോട് എപ്പോഴും പരിഭവം പറയുന്ന, അല്ലേ, ആ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഒത്തിരിയും ചുറ്റും ആളുകൾ നമുക്കുണ്ട്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് പാസ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു എഫേർട്ട്. അപ്പൊ ആ ഒരു എഫേർട്ട് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. അതിലൂടെ ആ ബന്ധങ്ങളൊക്കെ കൂടുതൽ ദൃഢമായി വന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട്. ഇനി നിങ്ങൾക്ക് ചർച്ചയാകാം. ഞാൻ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചർച്ച ചെയ്യും. ഓക്കെ, രമാവതി മാം തുടങ്ങിക്കോളൂ. മാം പോകാൻ തിരക്കുണ്ടോ? ഇല്ലെങ്കിൽ മാം, താങ്ക് യു മാം. സാബു സാർ, മാം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് ശരിക്കും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനകം ഡിവോഴ്സ് എല്ലാം വരുന്നത് മാം പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നായിരിക്കും. അതാണ് അധികം സംഭവിക്കുന്നത്. അതിനാണ് പിന്നെ കൗൺസിലിംഗ് എല്ലാം കുറിച്ച് ചിലതെല്ലാം ശരിയാവും, പിന്നെ റീമാരേജോ അല്ലെങ്കിൽ കുറെ കാലം വീട്ടിലിരിക്കാം. അപ്പൊ ആദ്യം തന്നെ ലൈഫ് തുടങ്ങുമ്പോ തന്നെ അതിന് മുന്നോടിയായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ വീട്ടിൽ നിന്നും കുറെ കാര്യങ്ങള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയാണ് ലൈഫ്, ചിലപ്പം അവന് എവിടെയെങ്കിലും തിരക്കുണ്ടാവും, പോരായ്മ ഉണ്ടാവും, വീട്ടുകാരെ നോക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടി വരും. അല്ലാതെ പെട്ടെന്ന് ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ +2 കൈപിടിച്ച് വലിച്ച്, സോറി മാം ഞാൻ അങ്ങനെ പറയുന്നത് ക്ഷമിക്കണം, ഇവിടെ നമുക്ക് ഐസ്ക്രീം കഴിക്കാന്ന് പറയുമ്പോൾ ലൈഫിലും ഇതന്നെ എപ്പോഴും ഇങ്ങനെ ഐസ്ക്രീം കഴിക്കലും പോക്കും വരവും ഇങ്ങനെല്ലാം വിചാരിച്ചാൽ ആ ലൈഫിനോട് ഇഴകി ആ ഒരു വീട്ടുകാരോടുമായിട്ടുള്ള ഇത് കുട്ടികൾക്ക് പറ്റാതാവുന്നു. അത് പോരായ്മ കുറച്ച് വീട്ടുകാർക്കും ഉണ്ട്. പാരന്റ്സ് പറഞ്ഞു കൊടുക്കണം. അതിന് കുറച്ച് നല്ല രീതിയിലുള്ള ഫ്രണ്ട്സ് വേണം. ഫ്രണ്ട്സും ഇങ്ങനെ കാര്യമായിട്ട് അറിയുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നല്ല. മാം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് മാം പറഞ്ഞ കറക്റ്റ് ആണ്. ഓൾവേസ് നെവർ, ഒരിക്കലും ലൈഫ്. അതുപോലെ നമ്മുടെ ഉലയന്നൻ സാർ കൂട്ടിച്ചേർത്തത് എന്നാലും എന്നിട്ടുമെങ്കിലും. കാരണം എപ്പോഴും അത് പറയുമ്പോൾ നെഗറ്റീവ് പറയുന്നതിന് പകരം മാം പറഞ്ഞ ആ 3 വാക്കുണ്ടല്ലോ, അത് വളരെ നല്ലതാണ്. ആദ്യം കുറച്ചിങ്ങനെ കാര്യങ്ങൾ സൂചിപ്പിച്ച് പറയാ, പിന്നെ നമ്മുടെ കാര്യങ്ങൾ കുറച്ച്, അതായത് കുറച്ച് നല്ല രീതിയിൽ തന്നെ നമ്മളിപ്പോ നെഗറ്റീവ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് വീണ്ടും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ മറ്റുള്ള കാര്യമൊക്കെ പറഞ്ഞതും ചെയ്തൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ ഒന്നും വരാനില്ല. മാം വളരെ നല്ല രീതിയിൽ അത് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് ആയുസിന്റെ കാര്യം പറയുമ്പോ എനിക്ക്, സോറി സാബു സാറ്, ഞാനൊരു 2 മിനിറ്റ് കൂടി എടുക്കാണ്. ആയുസിന്റെ കാര്യം പറയുമ്പോ ഒരു അമ്മായിയമ്മന് മരുമകൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പറയുന്ന പിന്നെ എനിക്ക് ഇഷ്ടമല്ല, ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയാണ് ഇവരെ കൊല്ലാനുള്ള എന്തെങ്കിലും നടപടി. അപ്പൊ ഡോക്ടർ പറയുന്നത് ശരി, ഒരു കാര്യം ചെയ്യാം, അവരറിയണ്ട, ഞാൻ അവരെ ചികിത്സിക്കുന്ന ഡോക്ടറാണല്ലോ,
അവർക്ക് മരിക്കാനുള്ള ഗുളികയും കൂടി കൊടുക്കാന്ന്. അപ്പൊ പിന്നെ മാം പറഞ്ഞ പോലെ തുടങ്ങി അവരോടുള്ള ഇഷ്ടം. അമ്മായിയമ്മ 1 മാസത്തിൽ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അമ്മായിയമ്മക്ക്. പിന്നെ വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുന്നു, കാറിൽ കൊണ്ടുപോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അവസാനം ഇവര് മനസ്സ് തമ്മിൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി അമ്മായിയമ്മയും മരുമകളും. അപ്പൊ ആ ഡോക്ടറോട് പോയിട്ട് കേണപേക്ഷിക്കാണ്, എനിക്ക് അവരോട് നല്ല ഇഷ്ടമാണ്, ഇപ്പൊ ഭർത്താവിന്റെ അമ്മയോട് എങ്ങനെയെങ്കിലും അയ്യോ അവരും നാളെ മരിക്കല്ലേ, നിങ്ങളിപ്പോ ഇനി ഇഷ്ടം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവസാനം കരഞ്ഞ് നിലവിളിക്കുമ്പോ ഡോക്ടർ പറഞ്ഞു, സോറി ഞാനത് വൈറ്റമിൻ ഗുളികയാണ് കൊടുത്തത്. അതാണ് അവര് സമയത്ത് അത് കൊടുക്കും മാം, ആ ഗുളിക സമയത്ത് കൊടുക്കും, കാരണം തെറ്റിപ്പോണ്ടല്ലോ. അങ്ങനെയാണ് മാം പറഞ്ഞ പോലെ ആ സമയത്ത് അവര് കൂടുതൽ റെസ്പെക്ട് കാണിക്കുക. അസുഖം വരുമ്പോ ആദ്യം മുതലേ അത് വേണം. അത് മാം പറഞ്ഞ പോലെ ഹാപ്പി അല്ലേ എന്ന് വെച്ചാൽ പാസലിന്റെ ആ പടം പോലെ, നീ ഹാപ്പി അല്ലടാ, നീ ഹാപ്പി അല്ലടാ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നല്ലേ കുട്ടികളോട്. അതുപോലെ എപ്പോഴും പിന്നെ നമ്മള് അതുപോലെ മാം പറഞ്ഞ ആദ്യം തുടങ്ങിയാല് ഒരു കാര്യം പറഞ്ഞല്ലോ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും ഒന്നിങ്ങനെ പിന്നെ പോയിട്ട് തൊടുന്നവരെ ഇഷ്ടമല്ലാത്തവരുണ്ട്. അതേ സ്ഥാനത്ത് അവരെ കെട്ടിപ്പിടിച്ചിട്ട് ഹഗ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നിന്റെ ലൈഫൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചിലപ്പോ പെണ്ണുങ്ങൾ ആണുങ്ങൾ പുരുഷന്മാരത്തോ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ ഷെയ്ക്കാൻ്റെ കൊടുക്കുമ്പോ ഇഷ്ടപ്പെടാത്തവരെല്ലാം ഉണ്ട് മാം. അപ്പം മാം പറഞ്ഞ പോലെ കുറച്ച് അകലം പാലിക്കണം അങ്ങനെയുള്ള കാര്യത്തിൽ. നമ്മളെ കണ്ടു അറിഞ്ഞൊക്കെ ചെയ്യണം. നല്ല ക്ലാസ് ആയിരുന്നു മാം, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ ഇതില് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം ഇല്ലെങ്കിൽ അങ്ങനെയല്ല. ചില ആൾക്കാർക്ക് അവര് കിനസ്തെറ്റിക് അല്ലാത്ത ആൾക്കാർക്ക് അവരെ തൊടുന്നത് ഇഷ്ടമല്ല. മനസ്സിലായി, അത് എഴുതി വെച്ചിട്ടുണ്ട് മാം. മനസ്സിലായി. അല്ല ഇതിൽ ഇങ്ങനെയും വരാറുണ്ട് മാം. കാരണം ചിലവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അല്ല നമ്മളെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് നല്ല മൂഡില് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോയിട്ട് ഒന്നിങ്ങനെ പറയുമ്പോൾ ദേഷ്യം വരുന്നവരൊക്കെ ഉണ്ട്. നീ എന്താ ഇപ്പൊ ചായ വെച്ച് കൊടുത്താലും എപ്പോഴും വെക്കുന്ന അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അന്നേരം ഇതെന്താ ഇത്ര ലേറ്റ് ആയിട്ട്? അപ്പൊ നമ്മൾ അവസ്ഥ ഭാര്യയുടെ ഭർത്താവിന്റെ അല്ല മാം, ചില സമയത്ത് ആ സാമീപ്യം അല്ലെങ്കിൽ ആ ടൈമില് ആ പ്രസൻസ് ആവശ്യമില്ലാത്ത വരുമ്പോഴും ചിലപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കാം അല്ലെ? വളരെ അർജന്റായിട്ട് ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുക, അതിന്റെ ഇടയ്ക്കാണ് ചായ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ട് ചായ എന്ന് ചോദിക്കാനുള്ള സാധ്യത. അല്ല ചിലവരങ്ങനെ ചോദിച്ച് എന്തെങ്കിലും നിങ്ങൾ എന്താ ചെയ്യുന്ന എഴുതിക്കൊണ്ടിരിക്കുക, അത് നിനക്കറിയേണ്ട കാര്യമില്ല എന്നല്ലേ, ഞാനിങ്ങനെ ചെയ്യുന്നത് വരെ പറയില്ല. അപ്പോഴേ ഓടി രക്ഷപ്പെട്ടോളൂ. അതാണ്. ജോഷി ആണോ? അതെ അതെ അതെ. പറയുന്നത് എനിക്കൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഇത് തുടക്കം തന്നെ മാഡം പറഞ്ഞു തുടങ്ങിയത് കോംപ്രമൈസ് എന്ന് പറയുന്ന ആ പദം അപകടം പിടിച്ചതാണ്. അപ്പോഴാണ് ഷാജി സാറ് ചോദിച്ചപ്പോൾ ആ പദം, അതായത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. എനിക്ക് ഈ ക്ലാസ് കേൾക്കുമ്പോഴും അല്ലാത്തപ്പോഴും അത് വളരെ ശരിയാണെന്ന് തോന്നുന്നു. എന്നാൽ ഈ ക്ലാസ്സിന് തൊട്ട് മുമ്പ് എന്നോട് വിളിച്ചിട്ടൊരു ടീച്ചർ വളരെ വേദനയോടെ, ഞാൻ കുറച്ച് ദിവസമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ വളരെ ഹാപ്പി ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ ഈ വൈകുന്നേരം ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാകുന്നു. ഈ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു വെച്ചിരുന്നു, അവരത് ചെയ്തു വെച്ചപ്പോൾ അതിലെന്തോ ഒരു ചെറിയ പാളിച്ച വന്നു. അയാൾ വല്ലാതെ ഷൗട്ട് ചെയ്യുകയും അസഭ്യം പറയുകയും നിന്റെ അപ്പൻ നിൻ്റെതാന്ന് ഇങ്ങനെ. ഇത് ഈ ടീച്ചറിന് കേൾക്കുമ്പം തന്നെ വിഷമാണ്. അപ്പോൾ ഈ പുള്ളിയെ ഒരുപാട് വിധത്തിൽ എന്നോട് ഇതിന് സമാനമായ കാര്യം പറഞ്ഞപ്പോഴും ഞാനതിന് എനിക്ക് തോന്നിയ ചില റെമഡീസ് ഒക്കെ പറഞ്ഞിരുന്നു. ചിലതൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇതുണ്ടായി. അപ്പോൾ ഇതുവരെയും അവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ കോംപ്രമൈസ് ആണ്. അങ്ങ് ഒതുങ്ങിയേക്കും, അയാൾ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ക്യാരക്ടറേഴ്സിനെ നമ്മൾ ഏത് വിധത്തിലാണ് ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അയാളെ എങ്ങനെ ഇതൊന്ന് ബോധ്യപ്പെടുത്തും? ഈ പറയുന്നത് ശരിയല്ല, ഈ കാണിക്കുന്നത് പെശകാണ്, ഞാൻ അറിയാതൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ പറയുന്നത്. അയാളെ അത് കഴിഞ്ഞിട്ട് വളരെ നോർമൽ ആവുകയും ചെയ്യും. ചില അവസരങ്ങളിൽ നോർമലാവും. അപ്പോ എന്നാൽ ചില മൂമെന്റിൽ ഇത്ര മാത്രം ഷൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ കേസിലൊക്കെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ കോംപ്രമൈസ്
ചെയ്യണ്ട എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഈ ആളിനെ ഒന്ന് എത്തിക്കുക? അതിനെന്താണ് വഴി? ഇതിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ട, കോംപ്രമൈസും വേണ്ട, ലെറ്റ് ഗോ ചെയ്യാൻ അവർ പഠിച്ചാൽ മതി. എങ്ങനെ ചെയ്യും? ഓരോ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട്. ഇപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും എല്ലാ നേരവും ഇയാൾ ഇങ്ങനെ ഒച്ചവെക്കുകയും ചീത്ത വാക്കുകൾ പറയും, വൃത്തികെട്ട സംസാരം സംസാരിക്കുകയും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇയാൾക്ക് ദേഷ്യം വന്നാൽ അല്ലെങ്കിൽ ഇയാൾക്ക് വേറെ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ഡിഫിക്കൽട്ട്, ചിലപ്പോൾ അയാൾക്ക് ഇന്ന് ഓഫീസിൽ മോശം ദിവസമായിട്ടുണ്ടാവും, വരുന്ന വഴി അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, അതിന്റെ ഒരു ഹാങ് ഓവറും കൂടി ആയിരിക്കും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയും കൂടി. അപ്പൊ അത് കാരണമായിരിക്കും. അതെല്ലാം കൂടി എന്താ, അങ്ങാടി തോറ്റതിന് അമ്മേനോട് എന്ന് പറയുന്ന മാതിരി പുറമെ ആൾക്കാരോട് കാണിക്കാൻ പറ്റാത്തതായിരിക്കും അയാൾ അയാളുടെ വൈഫിനോട് കാണിക്കുന്നത്. അപ്പൊ ആകെ നമ്മൾ ചെയ്യേണ്ട, അല്ലാതെ ഈ മനുഷ്യൻ നല്ലതാണെങ്കിൽ, ബാക്കി എല്ലാം കൊണ്ടും ഇയാൾ നല്ലതാണ് എന്നുണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാം. അയാൾക്ക് ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിൽ മാത്രം ഇയാൾക്ക് ഇങ്ങനെ പറയുന്ന ഒരു സ്വഭാവമുണ്ട്. സോ ലെറ്റ് മീ forgive him. He doesn't know what he's talking. He doesn't know what he's doing, how much it is hurting me. So let go. Let me forgive him. എന്ന് ഞാൻ എനിക്ക് ഇയാൾ അതൊരു ചീത്ത വേറൊരു പറയുന്ന സമയം, പദമല്ലേ? ഓ അല്ല, അതൊരു വേറൊരു പദം കൊണ്ട് വേറെ ഇതിനെ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അതല്ലേ ഈ കോംപ്രമൈസ് എന്ന് പറയും. ഇല്ല സാർ, അങ്ങനെയല്ല പറഞ്ഞേ. ലെറ്റ് ഗോ വെച്ച് ആ പുള്ളിനെ മാറ്റാൻ നോക്കണ്ട. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ ഓടി ഒളിക്കുക, മാറി നിന്നേക്കുക. പുള്ളി അത് പറഞ്ഞു തീരുമ്പോ അപ്പുറത്ത് പോയി മാറി നിന്ന് ചിരിച്ചാലും കുഴപ്പമില്ല. പുള്ളി അത് പറഞ്ഞു തീരുന്നവരെ വെയിറ്റ് ചെയ്യുക. അയാളെ ഒരു കൊളുത്തുമായിട്ട് കൊളുത്ത് കൊത്താതിരിക്കുക, കൊളുത്തി കുടുങ്ങി പോകാതിരിക്കുക. അതാണ്. കാരണം ആദ്യം കുറച്ചാൽ പിന്നെ അതിലും വലിയ പ്രശ്നത്തിലേക്ക് അത് പോവും. സമ്മതിച്ചു. അല്ല, അവരവിടെ വെച്ച് മിണ്ടാതിരിക്കുന്നു, ഒതുങ്ങുന്നു. ഇതിന് വിളിക്കുന്ന പേരല്ലേ ഈ കോംപ്രമൈസ് എന്ന് പറയുന്നത്. ഈ നമ്മൾ ഫോർഗീവ് ചെയ്യുന്നതിനും കോംപ്രമൈസിനും വലിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ മനസ്സിൽ ഇത് കൊണ്ട് നടക്കുന്നില്ല, കൂട്ടിച്ചേർത്ത് വെച്ച്. കോംപ്രമൈസ് എപ്പോഴും നമ്മൾ ഒരു ഭാഗം വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്ന തീയതിക്ക് ഇത്ര മണിക്ക് ഇയാൾ ഇന്നത് എന്നോട് പറഞ്ഞു എന്ന് എഴുതി വെക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം അയാൾ ചെയ്യുമ്പോൾ നമ്മൾ അതും കൂടി കൂട്ടുന്നു. അപ്പൊ 2 ഇൻസിഡന്റ്. മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ അത് 3 ഇൻസിഡന്റ് ആയി. ഫോർഗീവ് ചെയ്യുമ്പോൾ അതില്ല. യു ഫോർഗിവ്, യു ലെറ്റ് ഗോ. അതിയാനും ചില സമയത്ത് അങ്ങനെയൊക്കെയാ അല്ലെ? അതിയാനും ചില സമയത്ത് അങ്ങനെയൊക്കെയാ. കണ്ടില്ലെന്ന് അടിച്ചാ മതി. അത്ര തന്നെ. നമുക്കും ഇല്ലേ അതുപോലത്തെ ചില സമയങ്ങള്? നമ്മളും വളരെ പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ, നമുക്കും ഉണ്ടാവും. അത് നമ്മൾ കാണുന്നില്ല. അത് അതർ പാർട്ടിയോട് ചോദിച്ചാലേ അറിയുള്ളൂ അത്. ഓക്കെ, ഇപ്പൊ ഉണ്ടായ പ്രശ്നത്തെ ഇന്നലെയുമായിട്ടോ ഒന്നും കൂട്ടിക്കുഴക്കേണ്ട, ഇപ്പോഴത്തത് മാത്രമായിട്ട് ഇപ്പോഴത്തെ ചാപ്റ്റർ മാത്രം. അത്ര തന്നെ. അതാണ് ഞാൻ പറഞ്ഞ പ്രസന്റിൽ മാത്രം നിക്കാന്ന് ഞാൻ പറഞ്ഞത് അതിനാ. മൈൻഡ്ഫുൾനെസ്. യെസ്. ഓക്കെ, നമ്മുടെ ഇളങ്കോടെയാണ് ഒരു ലെറ്റ് ഗോ ഉണ്ട് എപ്പോഴും പറയുന്നത്. സാറ് ശരിക്കും പറഞ്ഞാൽ നോ പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടം ഇല്ല, കഴിഞ്ഞു. ചെയ്താൽ മതി അല്ലെ? ഒരു പോസ്റ്റ്മോർട്ടം മതി. എപ്പോഴും പോസ്റ്റ്മോർട്ടം. സാർ പ്ലീസ്. ഓക്കെ, താങ്ക് യു മാഡം. ഞാൻ ഒന്ന് ക്ലാരിഫിക്കേഷൻ നടത്തുന്നേ ഉള്ളൂ. താങ്ക് യു കേട്ടോ. ഒത്തിരി ട്രിക്കുകൾ നാളെ കേൾക്കാം. നാളെ ക്ലാസ് വരിക കേട്ടോ. ഞാൻ ഈ ലെറ്റ്സ് ഗോ എന്നിൽ തന്നെ 2 വാക്ക് പറഞ്ഞോട്ടെ. ബോത്ത് ആർ യുണീക്ക്. അവരെ ഒന്നിച്ച് ചേർത്ത് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണോ നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതെന്ന് അടുത്ത ആള് അറിയുക. ഇത് ഇദ്ദേഹത്തിൽ പെട്ടുകിടക്കുന്ന ഒരു വസ്തുതയാണ്. ഞാൻ അത് മുഖവിലേക്ക് എടുക്കേണ്ട എന്ന് എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഞാനത് വിടാൻ തീരുമാനിച്ചു. സാരമില്ല, എനിക്കത് പ്രശ്നമല്ല. അത് അയാൾ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. സാർ, ഈ SI പോലീസുകാരനെ വഴക്ക് പറയുമ്പോൾ പോലീസുകാരൻ നേരെ വീട്ടിലേക്കാണ് വരുന്നത്. CI വഴക്ക് പറയാനോ SI വഴക്ക് പറയാനോ അയാൾക്ക് പറ്റില്ല. അത് പരിതസ്ഥിതിയാണ്. അയാൾ തിരിച്ചു വരുമ്പോൾ ആദ്യം കാണുന്ന ഭാര്യയാണ്. ഒരു കാരണമില്ലെങ്കിലും നീ ഇന്നെന്താ ഈ ഇല അടിച്ചു വാരിയില്ല പറഞ്ഞ് ചിലപ്പോൾ 2 പൊട്ടിച്ചെന്നിരിക്കും. ഭാര്യ അന്തം വിടുകയാണ്. എന്താണ് സംഭവിച്ചത്? അവിടെ ഭാര്യ ഒച്ച വയ്ക്കുകയല്ല ചെയ്യുന്നത്. വീട്ടിലേക്ക് ഓടി വന്ന് പഠിക്കാൻ വിട്ട കുട്ടി പുസ്തകം അടക്കി വെച്ചിരിക്കുന്നത് കാണുമ്പം അവന് 2 കൊടുത്ത്
മുറ്റത്തേക്ക് കൊണ്ട് വലിച്ചിടും. അവിടെ ഹസ്ബൻഡിന് ഒരു റീതിങ്കിങ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ രണ്ടുപേർക്കും കിട്ടിയ സാധനം അതേ സമയത്ത് തന്നെ ലെറ്റ്സ് ഗോ, അവിടെ പിടിച്ചു വെക്കുന്നില്ല. അപ്പൊ ആ പിടിച്ചു വെക്കൽ ഇല്ലാതാവുമ്പോൾ അത് കോംപ്രമൈസ് അല്ല, അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ആ യുണീക്നെസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനൊരു ആൻസർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനാണ് നമ്മൾ പറയുന്നത് ലവ് ഇസ് ഇൻ ഫൈൻഡിങ് എ പേഴ്സൺ. ഒന്നുകൂടെ എനിക്ക് പറയാനുള്ളത് ഇതാണ് മാം, ആ ടീം എന്ന് പറയുന്നതിന്റെ എക്സ്പ്ലനേഷൻ, ടീക്ക് ട്രസ്റ്റ്, പിന്നെ ട്രസ്റ്റും ഓണസ്റ്റിയും അല്ല, ഒന്നിച്ച്. 3 ടി വന്നിട്ട് ട്രസ്റ്റും ഓണസ്റ്റിയും ഒന്നിച്ചാണ്. ഇ വന്നിട്ട് ഇമോഷണൽ ഹെൽത്ത്, പിന്നെ എ വന്നിട്ട് ആക്സെപ്റ്റൻസ്. ആക്സെപ്റ്റൻസ് ലാസ്റ്റ് എം വന്ന് മ്യൂച്വൽ അല്ലേ, ആറ്റിറ്റ്യൂഡ്, ആക്സെപ്റ്റൻസ് ആണ്. ഓക്കെ. അയാൾ എങ്ങനെയാണോ ഇനി അവരെങ്ങനെയാണോ എനിക്ക് പറയാനുള്ളത് അതേപോലെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതാണ് ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് വേറൊരു സെന്റൻസ് ഇപ്പൊ പറയാൻ വന്നത്. ലവ് ഇസ് ഫൈൻഡിങ് എ പെർഫെക്റ്റ് പേഴ്സൺ. ഇറ്റ് ഈസ് സീയിങ് ആൻ ഇംപെർഫെക്റ്റ് പേഴ്സൺ ആസ് പെർഫെക്റ്റ്. അതാണ് റിലേഷൻഷിപ്പ്. ഇപ്പൊ പറഞ്ഞ അയാളുടെ കാര്യത്തില് അയാളിലെ ഇംപെർഫെക്ഷൻസും കൂടി കൂടിയതാണ് അയാള്. അയാളെല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ അയാൾ ദൈവമാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് ആവാൻ പറ്റില്ല. കുറവുകളോടുകൂടി അംഗീകരിക്കുക. അതെ, എല്ലാ മനുഷ്യരിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. എന്നിലും ഉണ്ട്, നിന്നിലും ഉണ്ട്. അപ്പൊ നമ്മളിൽ എല്ലാവരിലും ഉള്ള ഈ ഇംപെർഫെക്ഷൻസിനെ കൂട്ടി ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലവ് എന്ന് പറയുന്നുണ്ടാവുന്നത്. അല്ലാതെ നന്മകളൊക്കെ എനിക്ക് വേണം, തിന്മയൊന്നും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ ഇങ്ങനെ അരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ചർച്ചയിൽ വന്നതാണ് കോംപ്രമൈസ്. കോംപ്രമൈസ് നമ്മൾ എപ്പോഴും തോറ്റു കൊടുക്കുകയല്ലേ എന്നാണ് ചോദ്യം. ഞാൻ പറയുന്നത് രണ്ടുപേരും പരസ്പരം മനസ്സിൽ കാണുകയാണ്, അവള് ജയിച്ചോട്ടെ, അദ്ദേഹം ജയിച്ചോട്ടെ. യഥാർത്ഥത്തിൽ രണ്ടുപേരും ജയിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ജയിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ ഞാൻ തോറ്റു എന്ന് വിചാരിക്കുന്നു. ആ തോൽവി തിരിച്ച് അദ്ദേഹവും അത് തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് വിചാരിക്കുക, അവൾ ജയിച്ചോട്ടെ, അയാൾ തോൽക്കുന്നു. രണ്ടുപേരുടെയും തോൽവി രണ്ടുപേരുടെയും വിജയത്തിന്, ജീവിത വിജയത്തിന് സഹായകരമാണ്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, പക്ഷെ 99.9 അങ്ങനെയല്ല ചിന്തിക്കാന്ന് മാത്രം. ഒരു ഐഡിയൽ കണ്ടീഷനിൽ അത് കറക്റ്റാ. രണ്ടുപേരുടെ തോൽവി രണ്ടുപേരുടെയും വിജയമാണെന്ന് മനസ്സിലാക്കാൻ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. ഓക്കെ മാം, നല്ല ക്ലാസ് ആയിരുന്നു. ഈ ഉച്ചനേരത്തെ ക്ലാസ്സുകൾ കേൾക്കാൻ ഭാഗ്യം എനിക്കില്ല, ഞാൻ ക്ലിനിക്കിൽ പോകുന്നത് കൊണ്ട്. എങ്കിലും ശ്രമിക്കാം, പേഷ്യൻസ് ഇല്ലെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യും. ഓക്കെ മാം, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ദീപ എന്തെങ്കിലും പറയുന്നോ? എപ്പോഴാ ക്ലാസ് എപ്പോഴാ നടത്തത്? 2 മുതൽ 5 വരെ പകരം. ഓ, ഓക്കെ. ദീപ, ശശി സാർ പറയും. മാഡത്തിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. മുഴുവൻ കൂടാൻ പറ്റിയില്ല. നാളെ കൂടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര റിട്ടയർമെന്റ് ഇതായിട്ട് ഭയങ്കര തിരക്കില്ല. പക്ഷെ ഞാൻ അതുകൊണ്ട് 3-4 ഗ്രൂപ്പിലോട്ട്, വലിയ ഗ്രൂപ്പിലോട്ട് ഇപ്പൊ തന്നെ അത് മെസ്സേജ് ഫോർവേഡ് ചെയ്തു. ഓക്കെ, താങ്ക് യു സാബു സാർ, താങ്ക് യു മീനാക്ഷി മാഡം. അപ്പൊ നാളെ ഈ വിഷയമാണ് എടുക്കുന്നത്. ഇപ്പൊ ഇന്ന് കവർ ചെയ്ത സാധനമാണോ? ഇന്ന് കഥയിലൂടെയും കവിതകളിലൂടെയും ഒക്കെ എടുക്കും നാളെ, അല്ലെ? ദീപ എന്തെങ്കിലും പറയുന്നുണ്ടോ? അല്ലെങ്കിൽ അനുവിത? ദീപ അൺമ്യൂട്ട് ചെയ്യും, പറയുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യും. സാർ, നല്ല ക്ലാസ് ആയിരുന്നു. നാളെ ക്ലാസ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. അപ്പൊ ഇതിന്റെ അത് ഞാൻ ചാറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടാവുന്നു, കോപ്പി ചെയ്ത് വാട്സപ്പിൽ ഇട്ടോളൂ, മാർക്കറ്റ് ഷെയർ ചെയ്യൂ. ഓക്കെ, പ്ലീസ്. സാറേ പരമാവധി ഞാൻ സബ്ജക്റ്റിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ ഞാൻ ആളല്ല. നല്ല സബ്ജക്റ്റ് ആയിരുന്നു, നല്ല രൂപത്തിൽ മീനാക്ഷി മാധവ് പ്രസന്റ് ചെയ്തു. ഇന്നിപ്പോ മിക്കവാറും മിക്ക കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള ഈ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും പിന്നെ പ്രശ്നങ്ങള്, ബന്ധങ്ങള്
നന്നാക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ഇത് വളരെയധികം ഫലപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പരമാവധി ഗ്രൂപ്പുകളിൽ ഇത് ഷെയർ ചെയ്യുന്നതാണ്. താങ്ക്സ് അലോട്ട്. പലപ്പോഴും ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ച് മലയാളം കുടുംബങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായി കുഴപ്പം വരും. താങ്ക് യു സാബ് സർ. മീനാക്ഷി മാമിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ നമുക്ക് പേഴ്സണൽ നമ്മളെ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായി. മാഡം പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ നമ്മള് 1960 ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് ഹസ്ബൻഡ് ചോദിക്കുന്നു, എനിക്ക് ഈ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യം തന്നെ എനിക്ക് ഓർമ്മയില്ല. നീ കിടന്ന ഇങ്ങനെ ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇത്ര വർഷം മുന്നേ ഉള്ളതെല്ലാം ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടിരുന്നു പറയും. പിന്നെ അതേപോലെ സാൻഡ്വിച്ച് മെത്തേഡ് പറഞ്ഞതില് മാഡം പറഞ്ഞ പോലെ സാൻഡ്വിച്ച് മെത്തേഡിൽ തന്നെ പറയാ, പക്ഷെ ലാസ്റ്റത്തെ സാൻഡ്വിച്ച് വെച്ചിട്ട് ഒരു കൊമ ഇടും. ഒരു കുത്തു കൊടുക്കും. ഞാൻ കുത്തിടാറില്ല, ഞാൻ കൊമ ഇടും. ഞാൻ പറയും അധികം ഇതിലപ്പുറം എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു കൊമ ഇടും. അപ്പൊ പുള്ളിക്ക് വിഷമാവും. അതേപോലെ തന്നെ മാഡം അവരെ പോസിറ്റീവ് കാര്യങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞു. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മളിപ്പം കാണുന്ന നെഗറ്റീവ് ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇത് മാഡം പറഞ്ഞ പോലെ അതിലെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് റിസർച്ച് ചെയ്തിട്ടായിരിക്കും വൈകുന്നേരം വരെ മടിയാക്കുക. അപ്പൊ നമ്മൾ ആ സമയത്ത് എന്തെങ്കിലും ഒരു 10 പോസിറ്റീവ് കാര്യം ആലോചിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു തോട്ടിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ വളരെ റിലവൻ്റ് ആയിട്ട് തോന്നി മാഡം. ആ സമയം പോസിബിൾ അല്ല, ഇവിടെ രാവിലെ 4:30 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്നൊരു അവസരത്തിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച് മാഡം. താങ്ക് യു. ഓക്കെ, മേരി മാം, മേരി സ്റ്റെല്ല, ആരെങ്കിലും? ജോർജ് സാർ, പ്രസാദ് സാർ, കാർത്തിയായനി. പറയും. താങ്ക് യു സർ. മീനാക്ഷി മാം, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഏത് കുടുംബത്തിലും ദമ്പതികൾ അറിഞ്ഞിരിക്കേണ്ടത്, ഓർത്തിരിക്കേണ്ടത്, ഓർമ്മപ്പെടുത്തേണ്ടതായ ചില കാര്യങ്ങൾ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാക്കുകളും അതിൻ്റെ ആന്തരികാർത്ഥവും ഒരുപക്ഷെ കേൾക്കുന്നവന്റെ മനസ്സനുസരിച്ച് അർത്ഥവ്യത്യാസം വരുന്നുണ്ടാവും. അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസ്, വിൻ അപ്രോച്ച്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ രണ്ട് വ്യക്തികളും രണ്ട് വ്യക്തിത്വങ്ങളാണ്. എക്സാക്ട്ലി ട്രേഡ്സ് ആർ ഡിഫറൻസ്, നോ ഡൗട്ട്. അപ്പോ നമ്മൾ എന്തൊക്കെ ആലോചനകൾ നടത്തി, എത്ര പൊരുത്തം നോക്കിയാലും അല്ലെങ്കിൽ എത്ര ആലോചനകൾ നടത്തിയാലും, ബന്ധുക്കളുടെ ഇടപെടൽ നടത്തിയാലും, എത്ര അന്വേഷിച്ചാലും ആ രണ്ട് വ്യക്തിത്വങ്ങളുടെ വ്യത്യാസം തന്നെയാണ്. അവിടെ 50-50 അഡ്ജസ്റ്റ്മെന്റോ അല്ലെങ്കിൽ കോംപ്രമൈസോ എന്നതിനേക്കാൾ ഉപരി ആർക്കാണ് തിരിച്ചറിവുള്ളത്, വിദ്യാഭ്യാസമല്ല, അവരെ അഡ്ജസ്റ്റ് ചെയ്താൽ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. ഒരു ചൊല്ലുണ്ടല്ലോ, വിവാദത്തിൽ തോറ്റാൽ വിവാഹത്തിൽ ജയിക്കാം. വിവാഹ ബന്ധം ജയിക്കാൻ നല്ലത് വിവാഹത്തിൽ തോറ്റു കൊടുക്കുക. അന്നേരത്തേക്ക് മതി, ആ ഒരു നിമിഷത്തേക്ക് മതി. അത് കഴിഞ്ഞിട്ട് ചോദിക്കുക, എന്നാൽ എൻ്റെ മനുഷ്യ നീ ഞങ്ങൾ എന്നായി പറഞ്ഞ് എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ആ നേരത്തെ തന്നെ ഞാൻ ഇങ്ങനെ അങ്ങ് ബലം പിടിച്ചാൽ കല്ലിലിട്ട് കലവാം, അല്ലേ? ഈ തലയണ മന്ത്രം ചൊല്ലാനായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, ഒരു സൂത്രം കൂടെ ഉണ്ട്. എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല, എന്നാലും അതായത് ചില ഉപാധികളോടെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം നാളെ മുതൽ എൻ്റെ വീട്ടിൽ എന്ന് ആദ്യത്തെ ദിവസം മുതലേ പറഞ്ഞു കൊടുക്കുന്നവരുണ്ടാകാം. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഇവിടുത്തെ ആചാരമര്യാദകളും ഒക്കെ അടിച്ചേൽപ്പിക്കുന്നത്. മറിച്ച് ഇങ്ങനെയൊന്നും അറിയാം, ഇന്നലെ വരെ നിങ്ങൾ ആരായിരുന്നാലും എന്തായിരുന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ നിങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന ആയിരിക്കണം ശരിയായ തലയണ മന്ത്രം. അവിടെ കോൺഫ്ലിക്റ്റ് ഒക്കെ രണ്ടുപേർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നെ നിരുപാധികമായി അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ലേ ശരി? തീർച്ചയായിട്ടും അതെ, അത് തന്നെയാണ് ശരി. അതിനാകട്ടെ അങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ നല്ലതാണ്.
പ്രത്യേകിച്ച് ഈ ഇളം തലമുറകൾക്ക് വളരെ അത്യാവശ്യവും ഗുണകരമായ ക്ലാസ്സാണിത്. അവരൊക്കെ നമ്മുടെ ഈ യൂട്യൂബ് റെക്കോർഡിങ് കാണും എന്ന് ആശിക്കാം. ഓക്കെ മാം, ഒരിക്കൽ കൂടെ താങ്ക്സ്, പ്രത്യേകം അഭിനന്ദനം. താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? റോയ് സാർ. സാറേ ഞാന് പറയാം സാർ, വളരെ ക്ലാസ് വളരെ അധികം രസകരമായിട്ടാണ് എടുത്തത്. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കുറെ തമാശകളൊക്കെ പറഞ്ഞ് അതിങ്ങനെ ഒരു വലിയൊരു മസൽ പിടുത്തമൊക്കെ ഇല്ലാണ്ട് വലിയൊരു സീരിയസ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറയാണ്ട് ഓരോരോ തമാശകൾ എല്ലാ വിഷയങ്ങളിലും ഓരോ പോയിന്റ് പറയുമ്പോഴും അതിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു ചിരിക്കാനായിട്ടുള്ളതും ചിന്തിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത് എടുത്തപ്പോൾ കേട്ടിരിക്കാൻ തന്നെ നല്ലൊരു രസം ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. എല്ലാവരുടെ മനസ്സിലും രണ്ട് ഭാര്യമാരൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ സാബു സാറിനും ഉലകണ്ണൻ സാറിനൊക്കെ ഭയങ്കര ഒരു സന്തോഷം ഉള്ളിലിങ്ങനെ തോന്നിയോ. അപ്പൊ അതാവാം, കുഴപ്പമില്ല. അപ്പൊ അത് ആയാലും കുഴപ്പമില്ല. രണ്ടോ ഒന്നൊക്കെ, ചിലരൊക്കെ 4, 5 ഉള്ളവരുണ്ട്. എന്തായാലും സാരമില്ല. അപ്പൊ അങ്ങനെ വളരെയധികം തമാശയോടെയാണ് കൊണ്ടുപോയത്. മറ്റത് 1962 ഫെബ്രുവരി മാസം ഫെബ്രുവരി 12-ാം തീയതി എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാ കാര്യത്തിനകത്തും ഇങ്ങനെ തമാശകൾ പറഞ്ഞ് പോയപ്പോ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും എനിക്കിത് അറ്റൻഡ് ചെയ്യാനായിട്ട് നാളത്തെ ടൈം ഒന്ന് അറിയിക്കും, പറ്റിയ ഞാൻ അറ്റൻഡ് ചെയ്യാം. നാളെ 2 മണി വരെയാ? ഓക്കെ, അപ്പൊ എന്റെ ലിങ്ക് ഞാൻ എടുത്തോളാം, എന്നിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തോളാം. സാറിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതിന് 5-6 പേർക്ക് അയച്ചു കൊടുത്തു. ഓക്കെ. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും അറ്റൻഡ് ചെയ്യേണ്ടത് 2 പേര്, ഭാര്യവർക്കും ഭർത്താവാണ് കയറേണ്ടത്, ഭർത്താവർക്കും ഭാര്യയാണ് കയറേണ്ടതെന്ന്. പക്ഷെ ആക്ച്വലി 2 പേരും കൂടി കയറണം. ഒന്നില്ലെങ്കിൽ അവിടെ ഒരു അടിയുണ്ടാവും, അല്ലെങ്കിൽ അവിടെ തന്നെ ചിലപ്പം അടിയുണ്ടാവും, അല്ലെങ്കിൽ അവിടെ തന്നെ സംഭവമൊക്കെ നേരെയോ. അതാണ്. ഞാൻ അതിൽ പറയുന്ന അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഇത് കേൾക്കണം എന്നുള്ളതാണ്. കാരണം അവര് മാരി ചെയ്യുമ്പോ അവരെന്താണ് അവർ മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് അവർക്കൊരു ഐഡിയ കിട്ടാൻ ശരിക്കും അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പുതിയതായിട്ട് കല്യാണം കഴിച്ചിട്ടുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒന്നാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം മീനാക്ഷി മാം, എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ, സോ മച്ച്. ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു വെരി മച്ച്. ഇത് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ സ്പെഷ്യൽ ഇൻട്രസ്റ്റഡ്. കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തേണ്ടതാണ്. ജനങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രാക്ടീസ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ സംഭവിക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ അതിന് വലിയ ഫീസ് വാങ്ങാത്തത്. നമ്മളെ പഠിപ്പിച്ചവര് നിർബന്ധമായിട്ട് പറയുന്ന ഒരു കാര്യം അതാണ്. എന്താന്ന് വെച്ചാൽ ഇത് ഏറ്റവും ചെറിയ ഫീസ് വാങ്ങാതെ നിങ്ങൾ ചെയ്യരുത്. അപ്പൊ പിന്നെ അതിനൊരു വലിയ വിലയില്ല. പക്ഷെ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ലോവസ്റ്റ് ഇതിൽ ചെയ്യണം. എല്ലാവർക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത്. ഞാനിപ്പോ 2021 മുതൽക്ക് ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ഇതേ സെയിം, ഇതുവരെ റേറ്റ് ഇൻക്രീസ് ഇല്ല, അതേ റേറ്റിൽ തന്നെയാണ് ഞാൻ അന്ന് മുതൽക്ക് ചെയ്തു വരുന്നത്. കാരണം അത് എത്രയും ആൾക്കാർക്ക് കിട്ടി, അത്രയും ഫാമിലീസ് നന്നായാൽ അതിലെല്ലാം നാരിക്ക് കൂടി സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൂടി ഉണ്ട്. ഫാമിലീസ് നന്നാവുമ്പോ നമുക്കൊരു സമാധാനല്ലേ. അവസാനത്തെ വാക്ക് ഇതിന്റെ ഷെയർ തരണം കേട്ടോ. അതാണ് വേണ്ടത് അല്ലേ. അല്ല, ഈ ഷെയറിംഗ് അല്ലേ കൊടുക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കൂല്ലേ? അതെ, പിന്നെ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും മാം വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്. ബൈബിളിൽ ഒരു വാക്യം പറയുന്നുണ്ട്, നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല, 6 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റിലാണ്. 6 മണിക്ക് മുമ്പ്, സന്ധ്യയ്ക്ക് മുമ്പേ പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ആക്കണം. പകൽ എന്ത് വേണം ചെയ്തു, നോ പ്രോബ്ലം. പക്ഷെ അതാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. തിരിച്ചു കൊണ്ടുവരാനും കൂടെ പഠിക്കണം. അങ്ങോട്ട് അടിവെക്കാൻ മാത്രമല്ല, തിരിച്ചു വരാനും കൂടെ പഠിക്കണം. യെസ്, അപ്പൊ ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വൺസ് അഗൈൻ എല്ലാവർക്കും നന്ദി. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു മാം. താങ്ക് യു. ഗുഡ് നൈറ്റ്.